ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. നമ്മൾ കുറച്ച് മുമ്പ് ഗോലാങ്ങിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് ക്രെഡ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അതിനുശേഷം ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഈ ഗോലാങ് ആപ്ലിക്കേഷനും ഡാറ്റാബേസും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ. ഓക്കെ, സോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ PostgreSQL ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കണ്ടിട്ട് തിരിച്ചു വരിക. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. കാരണം നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള ആ ഒരു ക്രെഡ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഡാറ്റാബേസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആർക്കെങ്കിലും കോഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഗിറ്റ്ഹബിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അതുവഴി നിങ്ങൾക്ക് കോഡ് ക്ലോൺ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഗോം എന്ന് പറയുന്ന ഒരു ORM ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡാറ്റാബേസ് കണക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ORM എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്, ഒരു മാപ്പിംഗ് ലൈബ്രറിയാണ് ORM എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മുമ്പ് നോഡിൻ്റെ സീരീസ് ചെയ്തപ്പോൾ അതിൽ Sequelize എന്ന് പറയുന്ന ഒരു ORM ആണ് നമ്മൾ നോഡിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സിമിലർലി നമ്മൾ ഗോൽ യൂസ് ചെയ്യുന്ന ഒരു ORM ആണ് ഗോം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഗോം ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനായിട്ട് നമുക്ക് ഗോമിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ പോവാം. സോ gom.io, ദെൻ അവിടെ ഡോക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കാണാം ഓവർവ്യൂവിനകത്ത് താഴെയായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. സോ അതിനായിട്ട് ആദ്യം ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക, ദെൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ദെൻ അത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡാറ്റാബേസ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ SQLiteൻ്റെ ഒരു ഡ്രൈവറിൻ്റെ കമാൻഡ് കൊടുത്തിട്ടുണ്ട്, അത് കോപ്പി ചെയ്യുക, ദെൻ ടെർമിനലിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അവിടെ SQLiteന് പകരം നമ്മുടെ Postgres ഡ്രൈവർ കൊടുക്കുക, ദെൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണ്ട പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ DB കണക്ഷൻ്റെ കോഡ് എങ്ങനെയാണ് എഴുതുക നോക്കാം. സോ ഓക്കെ, സോ ഞാൻ DB റിലേറ്റഡ് കോഡെല്ലാം എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനകത്ത് ഞാനിവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ connect.go. ഓക്കെ, ഞാൻ ഈ പാക്കേജിൻ്റെ നെയിം പാക്കേജ് ഡാറ്റാബേസ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിതിലൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഫങ്ക് കണക്ട്. ഓക്കെ, ദെൻ നേരെ നമ്മുടെ ഗോമിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോവുക. അവിടെ നമുക്ക് സൈഡ് കാണാം കണക്റ്റിംഗ് ടു ഡാറ്റാബേസ്. ഓക്കെ, സോ ഇവിടെ കാണാം നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റാബേസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. സോ MySQL ഉണ്ട്, നമുക്ക് വേണ്ടത് Postgres ആണ്. സോ അതിന് താഴെയായിട്ട് നമുക്ക് കാണാം MySQL താഴെ നമുക്ക് Postgres എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. ഓക്കെ, സോ നമ്മുടെ ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കോപ്പി ചെയ്യുക, എന്നിട്ട് ഈ ഫയലിനകത്ത് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു 2 ലൈന് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫയലിൽ ഇട്ട് കൊടുക്കുക, നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമ്മുടെ വാല്യൂ വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ യൂസർ ഗോം എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഡാറ്റാബേസ് യൂസർ ഏതാണോ കൊടുക്കണം. സോ എൻ്റെ ലോക്കൽ ഡാറ്റാബേസ് യൂസർ എന്ന് പറയുന്നത് Postgres ആണ്, Postgres. ദെൻ പാസ്വേഡ്, സോ ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുത്തു. ദെൻ നമ്മുടെ DB നെയിം കൊടുക്കണം. സോ ഞാനിവിടെ എൻ്റെ DB നെയിം PostAPI എന്നാണ്. ഇവിടെ ഈ ഡാറ്റാബേസ് നെയിം കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. എയ്തർ നിങ്ങൾക്ക് pgadmin വഴി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ടെർമിനൽ വഴി SQL കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് SQL ക്വറി വെച്ചിട്ട് നിങ്ങൾക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, SQL ക്വറീസിനെ കുറിച്ചും എങ്ങനെയാണ് ഈ ഡാറ്റാബേസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു Postgres പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ഇനി പോർട്ട് കൊടുക്കണം. പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് 5432. ദെൻ SSL ആൻഡ് ടൈം സോൺ, ഇത് നമുക്കിവിടെ ആവശ്യമില്ല. സോ അതെടുത്ത് കളയാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മളിവിടെ എറർ ഡിസ്പ്ലേ ചെയ്യണം. സോ നമുക്കതിന് വേണ്ടിയിട്ട് ഇഫ് എറർ നോട്ട് ഈക്വൽ ടു നിൽ. ഓക്കെ, എറർ നിൽ അല്ലെങ്കിൽ നമ്മളവിടെ ലോഗ് ചെയ്യും, ലോഗ് ഡോട്ട് ഫാറ്റൽ failed to connect database. ഓക്കെ, ദെൻ കണക്ഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു DB ഇൻസ്റ്റൻസ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം. സോ അതിനായിട്ട് റിട്ടേൺ DB. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ഗോമിൻ്റെ ഒരു DB ഇൻസ്റ്റൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മുടെ റിട്ടേൺ ടൈപ്പ് നമ്മുടെ ഫംഗ്ഷൻ്റെ കൂടെ കൊടുക്കണം. സോ അതിനായിട്ട് gom.db. ഓക്കെ,
അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് ഡാറ്റാബേസ് കണക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഡാറ്റാബേസിൻ്റെ ക്രെഡൻഷ്യലെല്ലാം ഇവിടെ ഡയറക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് അതെങ്ങനെ നമുക്ക് ENVയിൽ നിന്ന് നമ്മൾ ഈ ഒരു ക്രെഡൻഷ്യലൊക്കെ ലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ main.go എന്ന് പറയുന്ന ഫയലിലോട്ട് പോവാം. അവിടെ നമുക്ക് ആദ്യം ഈ ഒരു ഡാറ്റാബേസ് പാക്കേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് നമ്മുടെ പാക്കേജ് നെയിം MFC creations /post app /database. ഓക്കെ, സോ ഈ ഒരു പാക്കേജ് നെയിം എന്താണെന്ന് നമ്മുടെ go.modൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള നെയിമാണ് നമ്മുടെ ഈ പാക്കേജ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫയലിനകത്തുള്ള മെയിൻ ഫംഗ്ഷനിലോട്ട് പോവാം. അവിടെ ഇത് യൂസ് ചെയ്യാം. സോ ഡാറ്റാബേസ് ഡോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കണക്ട് ഫംഗ്ഷനാണ്. ഈ കണക്ട് ഫംഗ്ഷൻ കോൾ ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് go run main.go. സോ നമുക്കിവിടെ കാണാം നമ്മുടെ ആപ്പ് 5000 റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എറർ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു എറർ ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതൊന്നും വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വേരിയബിളോട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു കണക്ഷനെ ഞാൻ DB എന്ന് പറയുന്നൊരു വേരിയബിളോട്ട് ഇട്ടു. ദെൻ ഞാൻ fmt.print db. ഓക്കെ, ഇനി സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ കാണാം നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 5000 നമ്മൾ ആപ്പ് റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആ ഒരു DB ഇൻസ്റ്റൻസ് ഇവിടെ പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. സോ DB കണക്ഷൻ സക്സസ്ഫുൾ ആണ് എന്നതാണ് ഇതിനർത്ഥം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ഒരു DB കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഫംഗ്ഷനകത്താണ്. ഓക്കെ, സോ ഗോ തന്നെ നമുക്കൊരു ഇനിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇനിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ റൺ ചെയ്യുന്നതിന് മുമ്പ് റൺ ചെയ്യുന്നതാണ് ഈ ഒരു ഇനിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡാറ്റാബേസ് കണക്ഷൻ കോൺഫിഗറേഷൻ നമുക്ക് വേണമെങ്കിൽ ഇനിറ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കാം. സോ അതിനായിട്ട് func init, ദെൻ അതിനകത്തായിട്ട് നമ്മുടെ ഈ ഒരു ഡാറ്റാബേസ് കണക്ഷൻ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി റൺ ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. ഞാനൊന്ന് സെർവർ സ്റ്റോപ്പ് ചെയ്തു, ഞാൻ റൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ആപ്ലിക്കേഷൻ റണ്ണിങ് ലോക്കൽ ഹോസ്റ്റ് 5000. കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു DB ഇൻസ്റ്റൻസ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ഒരു PostgreSQL ആയിട്ട് നമ്മുടെ ഈ ഒരു Golang ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു CRUD ആപ്ലിക്കേഷനും ഈ ഒരു ഡാറ്റാബേസ് ഓപ്പറേഷൻസും നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.